നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് ഏത് വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത്, ആ സഞ്ചരിക്കുന്ന വഴി ശരിയല്ല, തെറ്റായ വഴിയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് വേണം? നമുക്ക് പുതിയ ഒരു വഴി കണ്ടെത്തുവാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. നമുക്ക് ഓർമ്മയില്ലേ, നമ്മുടെ കുട്ടിക്കാലത്ത് ബാലരമ, ബാലമംഗളം, പൂമ്പാറ്റ ഇങ്ങനെയുള്ള ചെറിയ കുഞ്ഞു പുസ്തകങ്ങൾ, കുട്ടി പുസ്തകങ്ങൾ. ഈ കുട്ടി പുസ്തകങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഈ വഴി കാണിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവാറില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വരഞ്ഞിടും അല്ലെ, പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ പേന കൊണ്ടോ ഇങ്ങനെ വരഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും എവിടെയെങ്കിലും കൊണ്ടുപോയി മുട്ടും. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക വഴി തെറ്റിപ്പോയി എന്ന്. നിങ്ങൾ അവിടെ വെച്ച് അവസാനിപ്പിക്കാറുണ്ടോ? ഇല്ല, നിങ്ങൾ വീണ്ടും അതിന്റെ ശരിയായ വഴി ഏതാണ് എന്ന് മനസ്സിലാക്കി വീണ്ടും വരയ്ക്കാൻ തുടങ്ങും അല്ലെ? ഇതുപോലെ തന്നെയാണ് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ, നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ആ സഞ്ചരിക്കുന്ന വഴി ശരിയാവണമെന്നില്ല, ഒരുപക്ഷെ തെറ്റായി പോയേക്കാം. അത് തെറ്റാണെന്ന് മനസ്സിലായാൽ ആ ലക്ഷ്യം നിങ്ങൾ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ ശരിയായ വഴി വീണ്ടും കണ്ടെത്തിയിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാനുള്ള മനസ്സ് കാണിക്കുക എന്നതാണ് ലക്ഷ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക.